ഹായ് ഗുഡ് മോർണിംഗ്. എന്തായാലും മനോഹരമായ ചെടികൾ കൊണ്ടും പൂക്കൾ കൊണ്ടും തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും വരാറ്. ശരിക്കും നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, ഈ മെലസ്ട്രോമ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടമുണ്ട്. കാരണം നമ്മൾ മെലസ്ട്രോമേൻ്റെ വീഡിയോ ചെയ്ത് ഏകദേശം ഒരു 5-5.5 ലക്ഷം പേര് ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ കണ്ട ഒരു വീഡിയോ ഉണ്ട്. എൻ്റെ സ്വന്തം നാടായ ചീരാല എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ അമ്മ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ മെലസ്ട്രോമ കാണുമ്പോഴൊക്കെ ഇപ്പോൾ അമ്മയുടെ ഓർമ്മയാണ് വരുന്നത്. എന്തായാലും ഭംഗിയുള്ള ഒരു കാഴ്ച. പിന്നെ ഈ വയനാട്ടിൽ മാത്രമേ ഈ ഒരു മെലസ്ട്രോമ ഉണ്ടാവുള്ളൂ എന്നൊരു പ്രശ്നം ശരിക്കുണ്ട്. ഈ രീതിയിലുള്ള ബ്ലൂം ഉണ്ടാവണമെങ്കിൽ ശരിക്കും വയനാട്ടിൽ തന്നെ ഉണ്ടാവുള്ളൂ. നാട്ടിൽ ബ്ലൂമിങ് ചെയ്യും, പക്ഷേ എങ്കിലും ഈ രീതിയിൽ ബ്ലൂം ചെയ്യില്ല. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ മരം അങ്ങനെ പെട്ടെന്ന് വാനിഷായി പോകുക പ്രശ്നം എല്ലാവരും പറയുന്നുണ്ട് പരാതിയായിട്ട്. കൊണ്ടുവച്ചു, നല്ല ഫ്ലവറായിരുന്നു, പക്ഷെ അതിനുശേഷം ഇത് ഉണങ്ങി പോകുന്നുണ്ടെന്ന്. അതിന് ബേസിക്കായിട്ടൊരു കേട് തന്നെയാണ്. അതിന് ചില മരുന്നുകളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും ഇതുപോലെ ഫ്ലവറിങ് കാണിച്ച് ബ്ലൂം ചെയ്തൊക്കെ നിങ്ങളെ കൊതിപ്പിക്കാനോ കാര്യങ്ങൾക്കല്ല, ഇത്തരം പ്ലാന്റുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് അറിയിക്കാനും, അതുപോലെ നമ്മുടെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരമൊക്കെ ഇതുപോലെ പൂങ്കാവനമാക്കാം, മനോഹരമാക്കാം എന്ന് പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതെന്ന് മാത്രം. നമ്മൾ ഇതുവരെ സെയിലോ കാര്യങ്ങളോ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കും. എന്തായാലും മനോഹരമായ ഒരു ഫ്ലവറും, അതുപോലെ തന്നെ എനിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു ഡാർക്ക് വയലറ്റ് എന്ന് പറയുന്നത്. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോയിൽ ഒരു 3, 4, 5 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്ര വ്യത്യസ്തമായ ചെടികളും പൂക്കളും കാണിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, എന്താണ് പിന്നെ പോട്ടി മിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫെർട്ടിലൈസർ, ഫംഗിസൈഡ് ഒന്നും പറയാത്തതെന്ന്. നമ്മൾ അതിൻ്റെ ഒരു 2-3 വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1 മിനിറ്റോ 2 മിനിറ്റോ ഉള്ള വീഡിയോയിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ബാക്കിയുള്ള പോട്ടി മിക്സൊക്കെ മണ്ണ്, മണൽ, ചാണകപ്പൊടി, നല്ല നീർവാർച്ചയുള്ള സ്ഥലം, നന്നായിട്ട് ഡ്രൈനേജ് ഉള്ള സ്ഥലം, ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ബേസിക്. അപ്പോൾ അത് ശ്രദ്ധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോന്നിനും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള പോട്ടി മിക്സ് ഉണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ആ പറയുന്ന വീഡിയോയിൽ തന്നെ പറയാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.